വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും ചില ക്വസ്റ്റ്യനകത്ത്. ക്വസ്റ്റ്യൻ്റെ വലുപ്പം കൊണ്ട് ഒരിക്കലും പേടിക്കരുത്. ക്വസ്റ്റ്യൻ 4, 5, 6 ലൈൻസ് ഉണ്ടാവും, പക്ഷെ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ തീരാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത്. നമ്പർ ഓഫ് പെയർ ഓഫ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പം ആറിന്റെ വാല്യൂ എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സും വൈയും സീരീസ് ഉണ്ട്. നമ്പർ ഓഫ് പെയർ ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് എൻ. എന്നിന്റെ വാല്യൂ 15 ആണ്. ഓക്കെ, അരിത്തമെറ്റിക് മീൻ. ഓക്കെ, സോ ഇത് എക്സ് ബാർ ആണ്, ഇത് വൈ ബാർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് സിഗ്മ എക്സ് ആണ്, ഇത് സിഗ്മ വൈ ആണ്. സം ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഫ്രം മീൻ, അതായത് എന്താ നമ്മൾ പറയാ, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയറിന്റെ വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ സിഗ്മ വൈ മൈനസ് വൈ ബാറിന്റെ സ്ക്വയർ അല്ലെ, അതല്ലേ സം ഓഫ് സ്ക്വയർസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദർ മീൻ. ഓക്കെ, താഴെ ഒരു ഡാറ്റ കൂടെ തന്നിട്ടുണ്ട്. സം ഓഫ് ദി, ഓക്കെ ഇവിടെ ഒരു ഡി ഉണ്ടാവും. സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ സീരീസ് ഫ്രം ദർ റെസ്പെക്റ്റീവ് മീൻസ്. സം എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു 122. ഇത്രയും കുഞ്ഞു ഡാറ്റയാണ് അവർ വലിച്ചു വീട്ടി ലാഗ് അടിപ്പിച്ചിട്ട് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ സീരീസ് ഫ്രം ദർ റെസ്പെക്റ്റീവ് മീൻസ് ഈക്വൽ ടു 122 എന്ന് തന്നിട്ടുള്ളത്. കാര്യം മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ എങ്ങനെ വലുതായി പോയത് എന്നുള്ളത്? ഓക്കെ, സോ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? കാൽക്കുലസിന്റെ പ്രൊഡക്റ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലേ? സോ നമ്മൾ ഇതിനൊന്ന് ചെയ്ത് നോക്കാം. R equal to covariance xy divided by standard deviation of x into standard deviation of y. ഇതല്ലേ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല. ഈ കൊവേരിയൻസ് എക്സ് വൈ കാണാനൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, ഈ കൊവേരിയൻസ് എക്സ് വൈ കാണാനൊരു ഫോർമുല ഉണ്ട്. അതെന്താ? കൊവേരിയൻസ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. 122 ഡിവൈഡഡ് ബൈ 15. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? കൊവേരിയൻസ് എക്സ് വൈ ഈക്വൽ ടു 122. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുന്നു. 122 ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ എനിക്ക് 8.133 എന്ന് കിട്ടും. ഓക്കെ, ഈ വാല്യൂവിനെ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? 8.133 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും, ദാറ്റ് ഈസ് 3.01 ഇൻറ്റു 3.03. സോ ആർ ഈക്വൽ ടു കഴിഞ്ഞു. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. 8.133 ഡിവൈഡഡ് ബൈ 3.01 ഡിവൈഡഡ് ബൈ 3.03 ഈക്വൽ ടു എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.8917. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഞാൻ ഓപ്ഷനിൽ പോയി നോക്കട്ടെ. 0.89 ഇതാ ഇവിടെ കിടക്കുന്നത് ഓപ്ഷൻ എ. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ക്വസ്റ്റ്യൻ്റെ വലുപ്പം നോക്കണ്ട, ആൻസർ അതിന് മാത്രമൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. മനസ്സിലാക്കി ചെയ്താൽ മതി. കോൺസെപ്റ്റ് വെച്ചിട്ട് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ എവറിത്തിങ് ഈസ് ഈസി. ഓക്കെ.